ഇറാനിൽ സമീപകാലത്തുണ്ടായ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും അവിടെ നടന്ന അക്രമാസക്തമായ സംഭവങ്ങളെയും കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പ്രമുഖ ഇസ്രയേലി പത്രമായ വെനൈറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയ ഈ പ്രതിഷേധങ്ങൾ കേവലം സ്വാഭാവികമായ ജനരോഷം മാത്രമല്ലെന്നും അതിന് പിന്നിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് കൃത്യമായ പങ്കുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാനിലെ പ്രതിഷേധങ്ങളെ കൂടുതൽ അക്രമാസക്തമാക്കുന്നതിലും അവിടെ അരാജകത്വം ഉണ്ടാക്കുന്നതിലും മൊസാദ് നിർണായകമായ പങ്ക് വഹിച്ചുവെന്നാണ് ഇസ്രയേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഭരണകൂട വിരുദ്ധ വികാരം ആളിപ്പടരുന്നതിനായി ആസൂത്രിതമായ നീക്കങ്ങൾ അണിയറയിൽ നടന്നുവെന്ന് പത്രം ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ ജനങ്ങളുടെ പ്രതിഷേധത്തെ സായുധ പോരാട്ടത്തിന്റെയോ അക്രമത്തിന്റെയോ പാതയിലേക്ക് നയിക്കാൻ പുറത്തുനിന്നുള്ള ശക്തികൾ ശ്രമിച്ചുവെന്ന ഇറാന്റെ ആരോപണങ്ങൾക്ക് ഇത് അടിവരയിടുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കിടയിൽ അക്രമം പടർത്തുന്നതിനായി മൊസാദ് വിപുലമായ ശൃംഖലയാണ് ഉപയോഗിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണങ്ങൾ മുതൽ പ്രാദേശികമായി അക്രമം സംഘടിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ശത്രു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊസാദ് ഇത്തരമൊരു നിഴൽ ഓപ്പറേഷൻ നടത്തിയത്. ഇറാന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളെയും ആണവ പദ്ധതികളെയും തടസ്സപ്പെടുത്താൻ മൊസാദ് കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനകീയ പ്രതിഷേധങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് പുതിയൊരു തന്ത്രമാണ്. ഇറാനിലെ യുവാക്കൾക്കിടയിലുള്ള അതൃപ്തിയെ മുതലെടുത്ത് ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താൻ ഇത്തരം പ്രക്ഷോഭങ്ങൾ സഹായിക്കുമെന്ന് മൊസാദ് കണക്കുകൂട്ടി. രാജ്യത്തിനകത്ത് അസ്ഥിരത നിലനിൽക്കുമ്പോൾ ഇറാൻ കൂടുതൽ ദുർബലമാവുകയും പശ്ചിമേഷ്യയിലെ അവരുടെ സ്വാധീനം കുറയുകയും ചെയ്യുമെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ഇതിനായി പ്രക്ഷോഭകാരികൾക്ക് ആവശ്യമായ വാർത്താവിനിമയ സൗകര്യങ്ങളും സാങ്കേതിക സഹായങ്ങളും മൊസാദ് രഹസ്യമായി എത്തിച്ചു നൽകിയതായാണ് വിവരം. വെനൈറ്റ് പത്രത്തിന്റെ വെളിപ്പെടുത്തൽ ഇസ്രയേലിനകത്തും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഒരു രഹസ്യാന്വേഷണ ഏജൻസി മറ്റൊരു രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇത്രത്തോളം ഇടപെടുന്നത് എത്രത്തോളം ശരിയാണെന്ന ചോദ്യം ഉയർന്നു. ഇറാൻ ഭരണകൂടം തുടക്കം മുതൽ തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് പിൻപിൽ വിദേശ കരങ്ങളുണ്ടെന്ന് ആരോപിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന ഖമേനിയുടെ പ്രസ്താവനകളെ പലരും തള്ളിക്കളഞ്ഞെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകൾ ആ ആരോപണങ്ങൾക്ക് പുതിയൊരർത്ഥം നൽകുന്നു. മൊസാദിന്റെ ഈ ഇടപെടൽ പശ്ചിമേഷ്യയിലെ നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കും. ഇറാൻ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ ഇതിലൂടെ നിർബന്ധിതരാകും. പ്രതിഷേധങ്ങളുടെ മറവിൽ സൈനിക കേന്ദ്രങ്ങൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ നടന്ന ആക്രമണങ്ങളിൽ മൊസാദിന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. വലിയ തോതിലുള്ള ആൾക്കൂട്ടത്തെ ആക്രമണത്തിലേക്ക് നയിക്കാൻ ചെറിയൊരു ഗ്രൂപ്പിന് സാധിക്കുമെന്ന് മൊസാദ് തെളിയിച്ചു. ഇത് ഇറാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും മതപരമായ കർശന നിയന്ത്രണങ്ങളും കാരണം വലഞ്ഞ ഇറാൻ ജനതയുടെ രോഷത്തെയാണ് മൊസാദ് ഹൈജാക്ക് ചെയ്തത്. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ അക്രമത്തിലൂടെ വഴിതിരിച്ചുവിട്ടപ്പോൾ ഭരണകൂടത്തിന് അത് അടിച്ചമർത്താൻ എളുപ്പമായി. മൊസാദ് ഉപയോഗിച്ച സൈബർ തന്ത്രങ്ങളും ശ്രദ്ധേയമാണ്. വ്യാജ വാർത്തകളും വീഡിയോകളും പ്രചരിപ്പിച്ച് ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ഇസ്രയേലിന്റെ സൈബർ വിഭാഗം പ്രവർത്തിച്ചു. വിദേശത്തുള്ള ഇറാൻ വംശജരെയും ഇത്തരം നീക്കങ്ങൾക്കായി മൊസാദ് ഉപയോഗപ്പെടുത്തിയതായി സൂചനയുണ്ട്. ഇസ്രയേലിന്റെ അതിരുകളില്ലാത്ത ചാരക്കണ്ണുകൾ ഇറാനിലെ തെരുവുകളിൽ വരെ എത്തിയെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇസ്രയേൽ പത്രത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഇറാൻ അന്താരാഷ്ട്ര വേദികളിൽ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. എന്നാൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ മൊസാദിന്റെ ആത്മവീര്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് ലോകത്തിന്റെ ഏതു ഭാഗത്തും ഇടപെടാൻ കഴിയുമെന്ന് അവർ ഇതിലൂടെ തെളിയിക്കുന്നു. വാർത്ത പുറത്തു വന്നതോടെ ഇറാനിലെ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. വിദേശികളായ വിനോദസഞ്ചാരികളെയും മാധ്യമ പ്രവർത്തകരെയും അവർ സംശയത്തോടെയാണ് നോക്കുന്നത്. രാജ്യത്തിനകത്ത് ഇസ്രയേലിനായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ വിപുലമായ ഹണ്ട് തന്നെ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഈ സംഭവം വലിയൊരു മാറ്റത്തിന് കാരണമാകും. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ഇനി കൂടുതൽ പ്രത്യക്ഷമാകും. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുകയും സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. സാധാരണക്കാരായ ഇറാൻ ജനതയ്ക്ക് ഈ വെളിപ്പെടുത്തൽ വലിയൊരു തിരിച്ചടിയാണ്.
തങ്ങളുടെ പ്രതിഷേധങ്ങളെ വിദേശ ചാര സംഘടനകൾ ഉപയോഗിച്ചു എന്ന വാർത്ത അവരുടെ പോരാട്ടത്തിന്റെ വിശ്വാസ്യതയെ ബാധിച്ചേക്കാം. മൊസാദ് നടത്തിയ ഈ മാനുഫാക്ചേർഡ് വയലൻസ് അല്ലെങ്കിൽ നിർമ്മിത അക്രമം ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമാണ്. നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഫലപ്രദം ഇത്തരം ആഭ്യന്തര കലാപങ്ങളാണെന്ന് ആഗോള ശക്തികൾ വിശ്വസിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൊസാദ് ഇറാനിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നും വാർത്തകളുണ്ട്. മൊസാദിന്റെ പങ്ക് വെളിപ്പെട്ടതോടെ ഇറാനിലെ പ്രതിഷേധങ്ങളെ പിന്തുണച്ചിരുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ പ്രതിരോധത്തിലാണ്. തങ്ങൾ പിന്തുണച്ച പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ഒരു ചാര സംഘടനയുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്നത് അവരെയും ബാധിക്കുന്നു. യഥാർത്ഥത്തിൽ വൈനെറ്റ് പത്രത്തിന്റെ ഈ റിപ്പോർട്ട് ഇറാൻ ഇസ്രയേൽ ശത്രുതയുടെ ഒരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത്. തെരുവുകളിലെ ജനരോഷത്തെ എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് മാറും. ഈ സംഭവ വികാസങ്ങൾ ഇറാൻ ഭരണകൂടത്തെ കൂടുതൽ കടുപ്പമേറിയ നിലപാടുകളിലേക്ക് നയിക്കും. വരാനിരിക്കുന്ന ദിവസങ്ങൾ പശ്ചിമേഷ്യയ്ക്ക് നിർണായകമാണ്.